ഓം ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ശ്രീ രാധേ രാധേ. അമ്മേ നാരായണ. അപ്പോൾ ഞാൻ ഭാഗം തുടരുകയാണ്. ഭാഗം 17 അപ്പം അതിനു മുമ്പിട്ട് ഞാൻ നേരത്തെ പാടിയൊരു പാട്ടും കൂടി പാടാം. ഭഗവാന്റെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ജടാദവീകലജ്ജലപ്രവാഹ ഭാവിതസ്ഥലേ ഗലേവലംബ്യലംബിതാംഗുചംഗതുംഗമാലിക ധമട്ടമട്ടമട്ടമിന്മിരാതമട്ട പാർവയും ചകാര ചന്ദ്രശേഖരം തനൂതുക ശിവ ശിവം. ഹേ ഹര ഹര ശിവശങ്കര നീലകണ്ഠ ഗംഗാധര ആയേ ശരണം ബേ ആയേ. आए शरणं बे चंद्रमेट में कितना आए शरणं बे चंद्र मिटाने तनना तननने तनना तननने तनना तननने तानने तानने. ഓക്കെ, പിന്നെ വേറൊരു പാട്ടുണ്ട്, അതാണ് ഞാൻ നേരത്തെ പാടിയത്. ഹേ പരമേശ്വര ഹര ഓം പരമേശ്വര ഹര ഓം പരമേശ്വര ഹര ജിഗരാര ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ജയ ജയ ശങ്കര ജിഗിരാര ജയ താണ്ഡവ ശങ്കര പ്രകട ഭയങ്കര പ്രളയ ഭയങ്കര ജിഗിരാര സർപ്പം ദാ ബിഡ സർപ്പം ദാ വിസ്തർപ്പം ദാ വിസ്വര ഹിദ്ദൂര പ്രഭ ഹിദ്ദൂര പ്രഭ ദും 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 ധരാ. ഓം പരമേശ്വര പര ഓം ജഗദീശ്വര ഹര ഓം പരമേശ്വര ഹര ജഗദാര ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ജയ ജയ ശങ്കര ജിഗിരാര ജയ താണ്ഡവ ശങ്കര പ്രകട ഭയങ്കര പ്രളയ ഭയങ്കര ജിഗിരാര. അപ്പം ഇത് ഭഗവാന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ നമ്മിലേക്ക് തന്നെ നോക്കുക, യോഗ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക, നമ്മിലേക്ക് തന്നെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമാണ് ഭഗവാൻ. ആ സ്വാതന്ത്ര്യമായിട്ടുള്ള ആ ഫ്രീഡമായിട്ടുള്ള ശിവഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ തന്നെ വിചാരിക്കണം നമ്മളെ ഏതിലോട്ട് എത്തിക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ ഗുരുവും കൂടിയാണ്. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം കൂടി നമുക്ക് എല്ലാവർക്കും വേണം. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആ ഭഗവാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എന്താണ് നല്ലത്, എന്താണ് വേണ്ടതെന്നുള്ളത് നന്നായിട്ട് ആ ശിവഭഗവാൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ കുറച്ച് വന്ന് കട്ടായിപ്പോയി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാര്യം. അപ്പം നമുക്ക് ഭാഗം 17 സദാശിവന്റെ വിവാഹാഭ്യർത്ഥനയാണ്. നമുക്കത് വായിക്കാം കേട്ടോ. ദീർഘകാലം വ്രതാനുഷ്ഠാനത്തോടെയുള്ള കഠിന തപസ് അനുഷ്ഠിച്ച് ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠപ്പെടുത്തി അതുല്യവും അനിതര സാധാരണവുമായ അപൂർവ വരപ്രസാദം കൈവരിച്ച പാർവതീദേവി സ്വഭവനത്തിൽ പ്രിയസഖിമാരോടൊപ്പം മടങ്ങിയെത്തിയത് കണ്ട ഹിമവാനും മേനയും അതീവ സന്തുഷ്ടരായി തീർന്നു. മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒരേ സമയം അനുഭവിക്കാൻ ദേവിക്ക് ഭാഗ്യമുണ്ടായി. വാത്സല്യനിധിയായ പുത്രിയുടെ സാന്നിധ്യത്തിൽ ആനന്ദതുന്തിലനായ ഹിമഭഗവാൻ ബ്രാഹ്മണർക്കും സ്വാത്വികന്മാർക്കും വിശിഷ്ടമായ വിരുന്നു നൽകുകയും ദാനം നൽകി അവരിൽ നിന്നും അനുഗ്രഹം കൈവരിക്കുകയും ചെയ്തു. അതിനുശേഷം സ്നാനകർമ്മം നിർവഹിക്കുന്നതിനായി സായം സന്ധ്യ സമാഗതമായപ്പോൾ ഗംഗയിലേക്ക് പോയി. ഈ സന്ദർഭത്തിൽ എല്ലാം യഥാസമയം അറിയുന്ന ശ്രീ പരമേശ്വരൻ ഉത്തമ ലീലകൾ ആടുവാനായി കലാവൈഭവം കൊണ്ട് ധന്യനായ ഒരു നൃത്ത വിദഗ്ധന്റെ രൂപം കൈവരിച്ച് മേനയുടെ സമീപമെത്തി. അപ്പോൾ പാർവതീദേവി തൻ്റെ തപസ്സെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നേരെ ഹിമവാന്റെ പുത്രിയായ പാർവതീദേവി ഹിമവാന്റെ അടുത്തേക്കും മേനാദേവിയുടെ അടുത്തേക്കും തിരിച്ചു വരികയാണ്. അങ്ങനെ ഹിമവാൻ അവിടെ എല്ലാവർക്കും വിരുന്നുകളൊക്കെ ഒരുക്കി അതിൽ സന്തോഷം കൊണ്ട് എല്ലാവർക്കും വിരുന്നുകളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ വന്ന സമയത്ത് ശിവഭഗവാൻ അവിടെ ഒരു നൃത്തരൂപത്തിൽ വന്നിട്ട് നൃത്തം ചെയ്യുകയാണ്. അതേപോലെയുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് വരികയാണ്. പക്ഷെ അതൊരു പ്രാകൃത രൂപമായിരുന്നു. എന്നാൽ തന്നെയും നൃത്തം വളരെ മനോഹരമായിരുന്നു. അപ്പം ആ നൃത്തത്തിൽ മേനയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അങ്ങനെ മേന ഭഗവാന് പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എനിക്ക് ഈ പാരിതോഷികങ്ങളൊന്നും ആവശ്യമില്ല, എനിക്ക് അമ്മയുടെ പുത്രിയായ പാർവതീദേവിയെ വിവാഹം കഴിച്ചു തരണം എന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ്.
അപ്പോൾ മേന വളരെയധികം കോപിഷ്ഠയാവുകയാണ്. ഇങ്ങനെ ഒരു പ്രാകൃത രൂപമായിട്ടുള്ള ഒരാൾക്ക് എൻ്റെ സുന്ദരിയായിട്ടുള്ള പുത്രിയെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് വളരെയധികം കോപിഷ്ഠയാവുകയാണ്. അപ്പോൾ അതിനുശേഷം പാർവതി ദേവിയുടെ അച്ഛനായിട്ടുള്ള ഹിമവാനും അവിടെ എത്തുകയാണ്. അങ്ങനെ ഹിമവാനും വളരെയധികം ഭഗവാനോട് കോപിഷ്ഠനാവുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ശിവഭഗവാൻ പലതരത്തിലുള്ള രൂപങ്ങൾ ധരിക്കുകയാണ്. വിഷ്ണു ഭഗവാന്റെ ആ സുന്ദര രൂപമൊക്കെ ധരിക്കുകയാണ്, ബ്രഹ്മാവിന്റെ രൂപം ധരിക്കുകയാണ്. അങ്ങനെ പല പല ദേവന്മാരുടെയും പലരുടെയും രൂപം ധരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ്, ശിവനും വിഷ്ണുവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള തത്വമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ആണ് എന്നുള്ളതേ ഉള്ളൂ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് എന്നുള്ളതേ ഉള്ളൂ. വിഷ്ണു ഭഗവാന് സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ശിവഭഗവാന് മംഗളം അരുളാനും അതുപോലെ സംഹാരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ പരമാത്മാവെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ശിവഭഗവാനും ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളത്, അപ്പൊ ഇതെല്ലാം ഒന്നായി കാണാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടുനിന്ന ഹിമവാൻ അത്ഭുത പരിഭ്രാന്തനായി തീരുകയാണ്. അവാച്യമായ ഒരു ആനന്ദാനുഭൂതിയിൽ അദ്ദേഹത്തിന്റെ മനം ലീനമായി. ഈ സന്ദർഭത്തിൽ ശ്രീ ഭഗവാൻ രുദ്രരൂപം സ്വീകരിക്കുകയും പാർവതിയെ തനിക്ക് ഭിക്ഷയായി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? രുദ്രന്റെ രൂപം തന്നെ ധരിച്ചിട്ട് പാർവതി ദേവിയെ തനിക്ക് പത്നിയായിട്ട് തരണം, വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നീ കാട്ടിയ ജാലവിദ്യകളെ നമുക്ക് സംശയമുണ്ട്. നീ ശരിക്കും ആരാണെന്നറിയാതെ നമ്മുടെ പുത്രി പാർവതിയെ തരാൻ നമുക്കാവില്ല. ഗിരിരാജന്റെ പ്രതികരണം ശ്രവിച്ച ഉടനെ ശ്രീ ശങ്കരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. തത്സമയം ഹിമവാന്റെ മേനയുടെ മാനസക്ഷേത്രങ്ങളിൽ ബോധോദയത്തിന്റെ ബ്രഹ്മജ്യോതിസ് പ്രകാശിച്ചു. പരബ്രഹ്മ സ്വരൂപനായ സദാശിവനാണ് തന്റെ മായാവൈഭവത്താൽ നിങ്ങളെ കബളിപ്പിച്ചത്. ആയതിനാൽ ഭഗവാനോടുള്ള ഭക്തി തീവ്രമാക്കുക. ഈ ചിന്താദീപം അവരുടെ മനതാരിൽ പ്രകാശിച്ചതോടെ ഹിമവാനും മേനയും ഭഗവാനിൽ കൂടുതൽ ഭക്തിയുള്ളവരായി മാറി. എന്നാൽ മേന പരിഭ്രാന്തിയും ദുഃഖിതയുമായി വിലപിച്ചു. നാരദ മുനിയുടെ വാക്കുകൾ ആ പുണ്യമാതാവിന്റെ മനസ്സിൽ തെളിഞ്ഞു. മുനി തന്റെ അരികിലുണ്ടെന്ന ഭാവത്തോടെ മേന സംശയങ്ങൾ ഉന്നയിച്ചു. അല്ലയോ മുനിവര്യ, അങ്ങ് എന്താണ് ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞത്? ശിവ ഭർത്താവായി വരിക്കുന്നതിന് സദാശിവനായിരിക്കുമെന്നോ? അങ്ങ് പറഞ്ഞ ശിവൻ അതിസുന്ദരനും സർവചരാചരങ്ങൾക്കും നാഥനായി വർത്തിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മം തന്നെയായ ജഗദീശ്വരനാണ്. എന്നാൽ ഞാൻ ഇന്നിവിടെ ദർശിച്ചത് ഏതൊരാൾക്കും വെറുപ്പ് തോന്നിക്കുന്ന ഒരു ഭീകര രൂപത്തെയാണ്. അപ്പോൾ മേന പറയുകയാണ്, അങ്ങ് നാരദമുനിയോട് പറയുകയാണ്, അങ്ങ് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ പാർവതിക്ക് വേണ്ടിയിട്ട് വരൻ വരുന്നത് അതിസുന്ദരനായിട്ടുള്ള ശിവഭഗവാനാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? പക്ഷെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു രൂപമാണ്. ഈ ഒരു രൂപത്തിന് എങ്ങനെയാണ് എൻ്റെ പുത്രിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് നാരദമുനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്ത കാലത്തോളം ഈ വിവാഹം നടക്കില്ല. അങ്ങനെ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വിവാഹം നടക്കുകയില്ല എന്ന് പറയുകയാണ്. കാരുണ്യനിധിയായ ശ്രീ പരമേശ്വരന്റെ മായാവിലാസത്തിൽ അകപ്പെട്ട മേനയുടെ മനസ്സിൽ സംശയത്തിന്റെ മാറാല കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ടാകണം സത്യബോധോദയം അനുഭവിക്കാൻ ഇടവന്നിട്ടും ഭഗവാന്റെ മഹത്വവും ലീലാരഹസ്യവും അറിയാതെ അർദ്ധശൂന്യവും അയാർദ്ധവുമായ കാര്യങ്ങൾ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ മാതൃഹൃദയത്തിൽ നുരഞ്ഞു നിന്ന ക്രോധഭാവം തമോ ഗുണത്തിന്റെ സന്തതിയായിരുന്നതിനാൽ പൂർണ്ണമായ സ്വാത്വിക ദർശനം താൽക്കാലികമായിട്ടെങ്കിലും അവരുടെ അകതാരിൽ നിന്നും മറഞ്ഞു നിന്നത്. മേനപുത്രിയായ പാർവതിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എടി ദുഷ്ടേ, ഈ ലോകത്ത് സർവ്വഗുണസമ്പന്നരായ ധാരാളം ദേവന്മാരുള്ളപ്പോൾ നിനക്ക് എങ്ങനെ ശിവനെ പ്രേമിക്കാൻ തോന്നി? നീ കാരണം മാതാപിതാക്കൾക്ക് എന്തെല്ലാം ദുരിതങ്ങളാണ് ഉണ്ടായത്. സ്വർണം കൊടുത്ത് കാക്കപ്പൊന്നു വാങ്ങാൻ ബുദ്ധിയുള്ളവർ ആരും ശ്രമിക്കില്ല. പരിശുദ്ധവും അമൂല്യ ഔഷധ വീര്യവുമുള്ള ചന്ദനം ഉപേക്ഷിച്ച് മുരിങ്ങയെ ആരെങ്കിലും സ്വീകരിക്കുമോ? സൗന്ദര്യമുള്ള അരയന്നത്തെ ഉപേക്ഷിച്ച് കാക്കയെ സ്വീകരിക്കുന്നത് മതികെട്ടവർക്ക് യോജിച്ചതാണ്. അഷ്ടൈശ്വര്യങ്ങൾ സദാ വിളങ്ങുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് ത്യാഗിനിയായി നീ കഠിന തപസ്സിൽ ഏർപ്പെട്ടത് ഇത്തരം ഒരു മായാവിയെ ഭർത്താവായി സ്വീകരിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പറയുകയാണ്, അത്രയും ഇതായിട്ടാണ് മേന പറയുന്നത് അല്ലേ, ഇത്രയും ദേവന്മാരൊക്കെ ഉണ്ടായിട്ടും ഇത്രയും സുന്ദരന്മാരായിട്ടുള്ള ദേവന്മാരൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ, ഇങ്ങനെയുള്ളൊരു മായാജാല വിദ്യക്കാരനെ, ഇങ്ങനെ ഒരു പ്രാകൃത രൂപമുള്ള ആളെ നീ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും തപസ്സൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്.
മോശമായ കാര്യം നേടാൻ വേണ്ടി തപസ്സിന് പോയ നിനക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തന്ന സഖിമാരെയും ഞാൻ നിന്ദിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഈ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു തന്ന നിന്റെ സഖിമാരെ പോലും ഞാനിപ്പോ വെറുക്കുകയാണ്, അവരെയും ഞാൻ നിന്ദിക്കുകയാണ് എന്ന് പറയുകയാണ്. നിന്നെ പോലൊരു പുത്രിക്ക് ജന്മം നൽകേണ്ടി വന്നതിൽ ഞാൻ വളരെ ലജ്ജിക്കുന്നു. അപ്പം നിന്നെ പോലെ ഒരു പുത്രിക്ക് ജന്മം നൽകേണ്ടി വന്നതിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുകയാണെന്ന് പറയുകയാണ്. നാരദനെയും മറ്റു മുനിമാരെയും മേലിൽ ഇവിടെ കാണാൻ പാടില്ല. പോകൂ എന്റെ മുന്നിൽ നിന്ന്, നിന്നെ എനിക്കിനി കാണേണ്ട. ഈ സമയം അത്ഭുതം എന്ന പോലെ നാരദൻ അവിടെ പ്രത്യക്ഷനായി. കാമക്രോധാദി ദുഷ്ടവിചാരങ്ങളെ ദമനം ചെയ്ത് ഭഗവാൻ വിഷ്ണുവിന്റെയും പരമതത്വ ദർശന സ്വരൂപനായ ശ്രീ പരമേശ്വരന്റെയും പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് പാത്രമായി ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ശില പോലെ ഉറച്ചിരുന്ന അഹംഭാവത്തെ തത്വദർശനത്തിലൂടെയും അനുയോജ്യമായ അനുഭവ സംഭവങ്ങളിലൂടെയും ഉരുക്കിക്കളയുകയും അതിലൂടെ എല്ലാ ജീവനെയും ഈശ്വരോന്മുഖമാക്കുകയും ചെയ്യുന്ന മഹാനായ നാരദമുനി മേനയുടെ ക്രോധഭാവവും അതിന്റെ ബഹുസ്ഫുരണവും എന്നോണം ഉരുക്കഴിച്ച വാക്കുകളും തന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിഞ്ഞെങ്കിലും അവയൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തോടെ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് തിരുവചനം അരുളി. അങ്ങനെ ഇതെല്ലാം കേട്ട് നിന്നിട്ട് നാരദമുനി അതിനൊന്നും മറുപടി പറയുകയില്ല. പക്ഷെ ഭഗവാനെ പോലെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമാണല്ലേ, പക്ഷെ അതേപോലുള്ള ആരും തന്നെ ഇപ്പം ഈ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ്. അങ്ങനെ ആരും ഇല്ല എന്ന് തന്നെ പറയാം. പലരും വിവാഹം കഴിക്കുന്നുണ്ട്, പക്ഷെ അത്രയും സ്നേഹമുള്ള, അത്രയും ദേവി അത്രയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള ആരും തന്നെയില്ല. ആ രൂപം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിലല്ല കാര്യം. നമ്മളിപ്പോൾ ഒരാൾ വെളുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യം ഉണ്ട്, അതിലല്ല കാര്യം. സൗന്ദര്യം ഉണ്ടെങ്കിലും സൗന്ദര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം, അവരുടെ സ്നേഹം, ആ കെയറിങ്, ആ പ്രൊട്ടക്ഷൻ, ആ കെയറിങ്, ആ സ്നേഹം, ആ കരുണ, ആ ഒരു ഇതാണ് വേണ്ടത്. ആ ഒരു സ്നേഹമാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ നാരദ മുനി തുടരുകയാണ്. ഹേ ശൈലരാജന്റെ ധർമ്മപത്നി, ദേവിയുടെ അകതാരിൽ ക്രോധഭാവം കുടിയേറിയതിനാലാണ് സത്യദർശന ബോധോദയം ഉണ്ടായിട്ടും കാര്യം ശരിയായ രൂപത്തിൽ ഗ്രഹിക്കാൻ സാധിക്കാത്തത്. ഭഗവാന്റെ മായയാൽ മോഹിതയായ നിങ്ങൾ ദർശിച്ചത് സദാശിവന്റെ യഥാർത്ഥ രൂപമല്ല. ശ്രീശങ്കരൻ സൗന്ദര്യധാമമാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യഭാവത്തിന്റെ അംശങ്ങളാണ് നാം കാണുന്ന സുന്ദര രൂപങ്ങളെല്ലാം എന്ന സത്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഈ രൂപം എന്ന് പറയുന്നത് യഥാർത്ഥ രൂപമല്ല. ഭഗവാന് സൗന്ദര്യ രൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപമുണ്ട്. പക്ഷെ ആ രൂപം ഭഗവാൻ ഈ കാണുന്ന ഇവിടെയെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പല സൗന്ദര്യമുള്ള രൂപങ്ങളെല്ലാം തന്നെ ആ ശിവന്റെ, പരമശിവന്റെ അംശങ്ങളാണ് എന്ന് പറയുകയാണ്. ശ്രീ ഭഗവാൻ വെറുതെ തമാശ കാണിച്ചപ്പോൾ യാഥാർത്ഥ്യം അറിയാതെ നിങ്ങൾ തെറ്റിദ്ധാരണയുടെ മാന്ത്രിക വലയത്തിൽ കുടുങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് മേനെ, ക്രോധം മനസ്സിൽ നിന്നും തുടച്ചു നീക്കി ശാന്തഭാവത്തോടെ വർത്തിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് പാർവതിയുടെ വിവാഹം നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. എന്നിട്ട് എന്ത് പറയാണ്, നീ ഇതിന്റെ സത്യാവസ്ഥയൊന്നും തിരിച്ചറിയാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പാർവതി ദേവിയുടെ വിവാഹം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറയുകയാണ്. നാരദ മഹർഷിയുടെ തിരുവചനങ്ങളൊന്നും മേനയ്ക്ക് പദ്യമായി അനുഭവപ്പെട്ടില്ല. തമോ ഗുണ പ്രധാനമായ കോപം ആ മാതൃമനസ്സിൽ നിന്നും കുടിയൊഴിയാതെ തന്നെ നിലകൊണ്ടു. തീക്ഷ്ണമായ നോട്ടം ഉതിർത്തുകൊണ്ട് അവർ പറഞ്ഞു, ഹേ നാരദ, മതി നിങ്ങളുടെ ദുർഭാഷണം. ഇവിടെ എന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല. കടന്നു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇനി എന്തൊക്കെ പ്രസംഗിച്ചാലും അതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ദുഷ്ടനാണ്. നിങ്ങളുടെ വാക്കുകളിൽ വിശ്വസിച്ചാണ് എന്റെ മകൾ പാർവതി ഒരു ദുർബുദ്ധിയെ പതിയായി ലഭിക്കാൻ വേണ്ടി ഇത്രയും കാലം ഘോര തപസ് അനുഷ്ഠിച്ചത്. മേനയുടെ ക്രോധം നിമിഷം തോറും അധികരിക്കുകയാണെന്നറിഞ്ഞ ബ്രഹ്മാവും ദിക്പാലകരും മറ്റു ദേവന്മാരും പൊടുന്നനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, അങ്ങനെ മേന വളരെയധികം കോപപ്പെടുകയാണ്. അപ്പൊ ഈ കോപം കണ്ടിട്ട് ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരുമെല്ലാം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പിതൃക്കളുടെ വാത്സല്യപുത്രിയായ മേനെ, ഞങ്ങൾ പറയുന്നത് ശാന്തമായി കേൾക്കുക. താൽക്കാലികമാണെങ്കിലും നിന്റെ മനസ്സിനെ ഭരിക്കുന്ന ക്രോധം സത്യത്തെ നിഷേധിക്കാൻ പര്യാപ്തമാണ്. സദാശിവനേക്കാൾ ഉത്കൃഷ്ടനായ മറ്റൊരു ദേവനും ത്രിലോകങ്ങളിലില്ല. സകല ജീവികൾക്കും സ്വാമിയായി വർത്തിക്കുന്ന സദാശിവൻ തന്നെയാണ് നിർവികാരമായ സാക്ഷാൽ പരബ്രഹ്മം. ആ പരമ്പൊരുളിന്റെ അറിവോ നിശ്ചയമോ കൂടാതെ അണ്ടകടാഹങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ തന്നെയാണ് പരമ്പൊരുൾ എന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ, അതാണ് പറയുന്നത്, ഗുരുവാണ്, നമ്മുടെ ഭഗവാനാണ്. ആ ഭഗവാൻ അറിയാതെ, ആ ശിവഭഗവാൻ അറിയാതെ ഈ പ്രപഞ്ചത്തിലെ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ള സത്യം. നിങ്ങളുടെ മകൾ അതീവ സൗഭാഗ്യവതിയാണ്. പാർവതിയുടെ അതുല്യമായ കഠിന തപസ്സിൽ സംപ്രീതനായി തീർന്ന ശ്രീ രുദ്രദേവൻ അവൾക്ക് പ്രത്യക്ഷ ദർശനം നൽകി അപൂർവവും ശ്രേഷ്ഠവുമായ വരപ്രസാദം പ്രദാനം ചെയ്തിരിക്കുകയാണെന്ന സത്യം മേനെ നീ അറിഞ്ഞിരിക്കുമല്ലോ. ആയതിനാൽ പാർവതിക്ക് ലഭിച്ച വരദാനത്തിലൂടെ നീയും ഹിമവാനും ധന്യരായിരിക്കുന്നു.
ശ്രീ പരമേശ്വരന്റെ സംപ്രീതിക്ക് പാത്രമായി തീരുക എന്നുള്ളത് അത്യന്തം അപൂർവവും അവാച്യവുമാണ്. ലോകമുള്ള കാലത്തോളം സൽകീർത്തിയുടെ പൊൻതാരകങ്ങളായി നിനക്കും ഗിരിരാജനും വർത്തിക്കാൻ തക്ക പുണ്യകർമ്മമാണ് പാർവതിയുടെ തപസ്സിലൂടെ സിദ്ധിച്ചത് എന്ന സത്യം ഇനിയും നീ അറിയാത്തതെന്താണ്? പിതൃക്കളുടെ അഭിപ്രായം കേട്ട മേന മറുപടി പറഞ്ഞു. അപ്പം മേനയോട് പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് ആ സത്യം ഇപ്പോഴും മനസ്സിലാക്കാത്തത്? നീ എന്നിട്ട് എന്തിനാണ് ആ മിഥ്യയുടെ പുറകെ പോകുന്നത് എന്ന് മേനയോട് ചോദിക്കുകയാണ്. ഞാൻ ഈ കേട്ടതൊക്കെ ശരിയായിരിക്കാം, എന്നാൽ ശിവന്റെ രൂപം ഭയം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പാർവതിയെ ശിവന് വേളി കഴിച്ചു കൊടുക്കുന്ന പ്രശ്നമേയില്ല. നിങ്ങൾ ദേവന്മാരെല്ലാവരും കൂടി എന്തിനാണ് എന്റെ പുത്രിയുടെ ജീവിതം നശിപ്പിക്കുന്നത്? യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ഒരുവന് എന്റെ മകളെ നൽകണമെന്ന് നിങ്ങൾ പറയുന്നത് ധർമ്മമാണോ? സപ്തഋഷികൾ എത്തി മേനയെ ഉപദേശിച്ചിട്ടും കലുഷിതമായ അവരുടെ മനസ്സിൽ സത്യബോധം ഉദയം ചെയ്തില്ല. തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ അജ്ഞത മേനയുടെ അകതാരിൽ കുടിയൊഴിയാതെ നിന്നു. കോപാകുലയായി അവർ സപ്തഋഷികളോട് പറഞ്ഞു. എന്നിട്ടും മേന എന്ത് ചെയ്യുകയാണ്? വളരെയധികം കോപാകുലയാവുകയാണ്. എന്നിട്ട് മേന പറയുകയാണ്, സപ്തഋഷികളോടായിട്ട് പറയുകയാണ്, എന്റെ മകളെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി ദൂരേക്ക് എറിഞ്ഞാലും അവളെ ഞാൻ ഈ ശ്രീശങ്കരന് നൽകുകയില്ല. നിങ്ങൾ ആരും തന്നെ ഇവിടെ വന്ന് തെറ്റായ കാര്യത്തിന് എന്നെ പ്രേരിപ്പിക്കരുത്. ദേവന്മാരാണ് ദുർബുദ്ധിയായ ശങ്കരന് വേണ്ടി വാദിക്കുന്നത്. ഇനി മുതൽ ദേവന്മാരോ ഋഷിമാരോ ഇവിടെ വരാൻ പാടില്ല. മേനയുടെ പരിഹാസം കലർന്ന വാക്കുകൾ കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഹിമവാൻ പത്നിയോട് പറഞ്ഞു, മേനെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ ആരെയാണ് അധിക്ഷേപിക്കുന്നത്? ഭഗവാൻ ശങ്കരന്റെ മഹത്വങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. ദേവന്മാരുടെയും ദേവനായ ശ്രീ പരമേശ്വരൻ നാനാരൂപം ധരിക്കുന്നവനാണ്. നീ കണ്ടത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപമല്ല. ഒരിക്കൽ ഭഗവാന്റെ സുന്ദര രൂപം കണ്ടതല്ലേ? അന്ന് നമ്മൾ ഇരുവരും പാർവതിയെ സദാശിവന് മാത്രമേ നൽകുകയുള്ളൂ എന്ന് നിശ്ചയം ചെയ്ത കാര്യം നീ മറന്നുപോയത് അത്ഭുതം തന്നെ. പറഞ്ഞ വാക്ക് മാറി സംസാരിക്കുന്നത് സജ്ജനങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. നമ്മുടെ കൊട്ടാരവാതിൽക്കൽ വന്നു നിന്ന ശ്രീശങ്കരൻ ഏതെല്ലാം ലീലകളാണ് നടത്തിയത്? പാർവതിയുടെ തിരു അവതാരം തന്നെ സദാശിവനോട് ചേർന്ന് പ്രപഞ്ചഭരണം നടത്തുകയെന്നുള്ളതാണ്. അകാരണമായി നിന്റെ മനസ്സിൽ കുടിയേറിയ ക്രോധഭാവത്തെ മാറ്റി നിർത്തി പാർവതിയെ ശിവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. അങ്ങനെ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ കോപിക്കുന്നത്? ഭഗവാൻ തന്നെ പലതരത്തിലുള്ള സുന്ദര രൂപങ്ങൾ ധരിച്ചത്. വിഷ്ണുവായിട്ടും അതെ കൃഷ്ണനായിട്ടും വിഷ്ണുവായിട്ടും അങ്ങനെ പല ദേവന്മാരായിട്ടും അങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ ധരിച്ചത് നീ കണ്ടതല്ലേ? അതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ എല്ലാം ഒന്നാണ്. ഈ ദേവന്മാരുടെ എല്ലാം ശക്തി ആ ഭഗവാനിലാണ്. ആ ഭഗവാൻ സത്യമാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാക്കിക്കൂടെ? എന്നിട്ടും എന്തിനാണ് നീ ഇങ്ങനെ തട നിൽക്കുന്നത്? പിന്നെ നിന്റെ പുത്രിയെ തീർച്ചയായിട്ടും ശിവഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് ഉള്ള വാഗ്ദാനം നൽകിയത് ആ ദേവി പുത്രിയായിട്ട് വരുമ്പോൾ ആ ദേവിക്ക് നീ നൽകിയത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. ഗിരിരാജന്റെ വാക്കുകൾ ശ്രവിച്ച മേന വിഷാദത്തോടെ പറഞ്ഞു, നാഥ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നതിൽ എന്തുകൊണ്ട് അങ്ങ് വിശ്വസിക്കുന്നില്ല? ആ വിരൂപനായ ശങ്കരന് കൊടുക്കുന്നതിനേക്കാൾ പാർവതിയെ പർവ്വതത്തിൽ നിന്നും ഏതെങ്കിലും ഒരു അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നതായിരിക്കും നല്ലത്. അതുമല്ലെങ്കിൽ പുത്രിയെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയോ അഗ്നിയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നതാണ് ഭേദം. എന്നിട്ട് അങ്ങ് സുഖമായി വാഴുക. എന്റെ മകളെ ശിവന് കൊടുക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ എന്റെ പ്രാണൻ വെടിയും. മാതാവിന്റെ നിർദ്ദയമായ വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന പാർവതി തത്വാധിഷ്ഠിതമായ രീതിയിൽ മറുപടി പറയാൻ തുടങ്ങി. മാതാശ്രീ, ധർമ്മബോധത്തിൽ വിലയം കൊണ്ട ഒരു മനസ്സിന്റെ ഉടമയായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വിചിത്രം തന്നെ. സത്യം കൈവെടിഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ വാക്കുകൾ ദേവന്മാർക്ക് പോലും അസഹനീയമായിരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തി രുദ്രദേവൻ തന്നെയാണ്. സദാശിവനേക്കാൾ വലിയൊരു ശക്തി വേദങ്ങൾ വിളംബരം ചെയ്യുന്ന കാര്യം മാതാശ്രീ മറന്നോ? ശ്രീ ശങ്കര ഭഗവാൻ അതീവ സുന്ദരനും വിശ്വകലാകാരനുമാണ്. അദ്ദേഹത്തിന് അനേകം നാമങ്ങളും രൂപങ്ങളുമുണ്ട്. സകലതിന്റെയും അനുഷ്ഠാനമൂർത്തിയും അദ്ദേഹം തന്നെയാണ്. ശ്രീ പരമേശ്വരന് വേണ്ടിയാണ് സകല ദേവന്മാരും ഋഷിമാരും കിന്നരന്മാരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്ത് കാര്യമാണ് മാതാവിന് വന്നു ചേരാൻ പോകുന്നത്? ധർമ്മത്തിന്റെയും അലൗകികമായ ദിവ്യാനുരാഗത്തിന്റെയും വിശ്വസ്നേഹ സന്ദേശം പ്രപഞ്ചത്തിലാകെ സദാ വിഭാവനം ചെയ്തു. ത്രിലോകങ്ങളുടെയും സ്വാമിയായ സദാശിവനിൽ ദോഷം കാണുന്നത് പാപമാണ്. അമ്മേ, എഴുന്നേൽക്കൂ. സന്തോഷത്തോടെ എന്റെ വിവാഹം മംഗളകരമാക്കാൻ വേണ്ട ശുഭകർമ്മങ്ങളിൽ ഏർപ്പെടുക. ഈ വിവാഹത്തിന് അമ്മ എന്നെ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടാവുകയില്ലെന്ന സത്യം അമ്മ ഇപ്പോൾ വ്യക്തമായും അറിയണം. 3000 സംവത്സരം ഞാൻ കഠിനതപം അനുഷ്ഠിച്ചത് സാക്ഷാൽ ഓംകാരപുരുളായ ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സർവചരാചരങ്ങളുടെയും സ്വാമിയായ അദ്ദേഹം എനിക്ക് പ്രത്യക്ഷ ദർശനം നൽകുകയും എന്റെ ആഗ്രഹം നിറവേറ്റാനായി എന്നെ പത്നിയായി സ്വീകരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. അങ്ങനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ കൈലാസേശ്വരനെ ഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അമ്മയുടെ ഇഷ്ടം
എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പോൾ ഭഗവാന്റെ ആ മഹത്വത്തെക്കുറിച്ചാണ് ദേവി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലേ. ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സകല ചരാചരങ്ങളിലുമുള്ള ദേവീ ദേവന്മാരും എല്ലാവരും തന്നെ വന്നു നിൽക്കുന്നത്. ദേവന്മാരുടെ എല്ലാം ദേവനാണ് മഹാദേവൻ. ആ മഹാദേവന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വന്നു നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എത്ര സംവത്സരമാണ്, 3000 സംവത്സരങ്ങളാണ്, അത്രയും സംവത്സരങ്ങളാണ്, അത്രയും വർഷങ്ങളാണ്, 3000 വർഷങ്ങൾ ആണ് ഞാൻ തപസ് അനുഷ്ഠിച്ചതെന്ന് പാർവതി ദേവി പറയണം. അപ്പം പാർവതി ദേവി നിങ്ങൾ മനസ്സിലാക്കൂ, ശിവഭഗവാനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ലളിതമായിട്ടുള്ള കാര്യമല്ല. പാർവതി ദേവി തന്നെ 3000 വർഷങ്ങളാണ് ശിവഭഗവാന് വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിച്ചത്. അപ്പോൾ അത്രയും കഠിന തപസ് അനുഷ്ഠിച്ചാണ് ആ ഭഗവാനെ. അപ്പൊ ആ ഭഗവാന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത് ദേവിയുടെ. അർദ്ധഗർഭവും ധർമ്മവ്യവസ്ഥയ്ക്ക് അനുസൃതമായ വിധത്തിലുള്ള പാർവതിയുടെ വാക്കുകൾ കേട്ടിട്ട് മേനയുടെ മനോഭാവത്തിന് കാര്യമായ മാറ്റമുണ്ടായില്ല. അപ്പോഴും അവർ അവിടെ നിലകൊള്ളുകയായിരുന്നു, ദേവന്മാരെ ശകാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ വന്നു ചേർന്നു. ശ്രീഹരി മേനയോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ മേന ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. അങ്ങനെ അവസാനം സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള ആ വിഷ്ണു ഭഗവാൻ തന്നെ ആ മേനയുടെ അടുത്തേക്ക് വരികയാണ്. മേനെ, പിതൃക്കളുടെ മാനസപുത്രിയാണ് നിങ്ങൾ. ഭവതിയിൽ എല്ലാ പേർക്കും പ്രീതിയുണ്ട്. മാത്രമല്ല വിധാതാവിന്റെ ഉത്തമ വംശമായ ഭവതിക്ക് ഉത്തരവംശവുമായും ഭവതിക്ക് ബന്ധമുണ്ട്. നിന്റെ പുത്രിയുടെ കഠിന തപസ്സിലൂടെ നിനക്കും ഗിരിരാജനും ധന്യത കൈവന്നിരിക്കുന്നു. വംശമഹത്വം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു വിശേഷ സംസ്കാരമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മനോഗതി ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടുള്ളവയാണ്. ബ്രഹ്മദേവനും ഋഷിമാരും ദേവന്മാരും ധർമ്മവ്യവസ്ഥയെ ലംഘിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? മേനെ, നിനക്ക് സദാശിവനെ അറിഞ്ഞുകൂടാ. ത്രിലോകങ്ങളെയും തന്റെ സങ്കല്പ മാത്രയിൽ നിയന്ത്രിക്കുന്ന സദാശിവൻ സഗുണനും നിർഗുണനും സ്വരൂപനും വിരൂപനുമാണ്. സകല ജീവജാലങ്ങളും സേവിക്കുന്നത് ആ പരമാത്മാവിനെയാണ്. സത്തുകൾക്ക് ആശ്രയവും അദ്ദേഹം തന്നെ. മൂലപ്രകൃതിയുടെ സൃഷ്ടാവും അദ്ദേഹം തന്നെയാണ്. എന്നെയും ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചത് സാക്ഷാൽ പരബ്രഹ്മമായ പരമേശ്വരൻ തന്നെ. അങ്ങനെ ലോകരുടെ നന്മയ്ക്കായി ആ പരമകാരുണ്യനിധി സ്വയംഭൂവായി തീരുകയാണ് ഉണ്ടായത്. ത്രിലോകങ്ങളിലുമുള്ള സകല ജീവജാലങ്ങളുടെയും സൃഷ്ടിക്കും കാരണമായത് രുദ്രദേവൻ തന്നെയാണെന്ന അലംഘനീയമായ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയും നിങ്ങൾ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ അത് മഹാവിപത്തിന് കാരണമായി തീരുന്നതാണ്. ശിഖയുടെ കഠിനമായ തപസ്സിൽ സംപ്രീതനായതുകൊണ്ടാണ് ആ കാരുണ്യമൂർത്തി നിങ്ങളുടെ വാതിൽക്കൽ എത്തിച്ചേർന്നത്. ഭഗവാന്റെ തിരുസാന്നിധ്യം ഉണ്ടായതിനാൽ നിങ്ങൾക്ക് അത്യന്തം മഹത്തായ വരപ്രസാദം ലഭിക്കാൻ പോകുന്നു. മാത്രമല്ല നിങ്ങളുടെ സകലവിധ ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഐശ്വര്യവും അപൂർവവുമായ ആനന്ദവും നിറഞ്ഞ ഭാസുരമായ ഭാവി ജീവിതം നിങ്ങൾക്കായി ശ്രീ ശങ്കര ഭഗവാൻ കനിഞ്ഞു നൽകുകയും ചെയ്യും. അപ്പൊ ഭഗവാനെ കുറിച്ച് പറയാണ്, അത്രയും കഠിനമായിട്ടുള്ള തപസ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പുത്രിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഭഗവാന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുകയാണ്. ഭക്തവത്സലനും കാരുണ്യനിധിയുമായ വിഷ്ണു ഭഗവാന്റെ ഉപദേശങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന മേനയുടെ മനസ്സിൽ അടിഞ്ഞുകിടന്ന തമോ ഗുണം ഒഴിഞ്ഞുപോയി. ആ പുണ്യജനനിയുടെ അന്ധകരണം പ്രസന്നമായി. എങ്കിലും അവരുടെ മനതാരിൽ ശിവനെക്കുറിച്ചുള്ള നേരിയ സംശയം നിലകൊണ്ടു. ചിന്താമഗ്നയായി അല്പനേരം മൗനം ദീക്ഷിച്ചിരുന്ന മേന ശ്രീഹരിയോടായി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ പാർവതി മേനയ്ക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലൊരു ശാന്തി ഉണ്ടാവുകയാണ്. അങ്ങനെ മേന ആ വിവാഹത്തിന് സമ്മതിക്കാന്നുള്ള ഒരു ഇതില് ശാന്തി ആവുകയാണ്. എന്നാൽ കൂടിയും മേനയുടെ മനസ്സിലൊരു ചെറിയ സംശയം ഉടലെടുക്കുകയാണ്. എന്നിട്ട് മേന ശ്രീഹരിയോട് വിഷ്ണു ഭഗവാനോട് പിന്നെയും ചോദിക്കുകയാണ്, കാരുണ്യ ജ്യോതിസായ വിഷ്ണുദേവ, ശ്രീ ശങ്കരനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം ഞാൻ അംഗീകരിക്കാം. എന്നാൽ ശ്രീ ശങ്കരൻ സുന്ദര രൂപം ധരിക്കുമെങ്കിൽ തീർച്ചയായും പാർവതിയെ ഞാൻ അദ്ദേഹത്തിന് നൽകുന്നതാണ്. മറ്റു തരത്തിലുള്ള മായാലീലകളൊന്നും എന്റെ മുന്നിൽ പ്രകടിപ്പിച്ച് എന്റെ മനസ്സിനെ കലുഷിതമാക്കിയാൽ പുത്രിയെ ഞാൻ അദ്ദേഹത്തിന് നൽകുന്നതല്ല. എന്റെ വാക്ക് സത്യമാണ്. അപ്പൊ മേന പറയുകയാണ്, ആ ഭഗവാൻ സുന്ദര രൂപം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പുത്രിയെ ശിവഭഗവാന് കൊടുക്കുന്നതാണ് എന്ന് പറയുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുകയില്ല എന്ന് പറയുകയാണ്. ഇപ്രകാരം തന്റെ അലംഘനീയമായ നിശ്ചയം ശ്രീഹരിയെ അറിയിച്ചതിനു ശേഷം മേന മൗനം ദീക്ഷിച്ചിരുന്നു. വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നാരദ മഹർഷി കൈലാസത്തിലെത്തി. ശ്രീ പരമേശ്വരനെ സ്തോത്രങ്ങളാൽ സ്തുതിച്ചു. ധ്യാനത്തിൽ നിന്നുണർന്ന ഭഗവാൻ നാരദനോട് പറഞ്ഞു,
മഹർഷി, അങ്ങിപ്പോൾ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങയുടെ ആഗ്രഹം നാം നിശ്ചയമായും സാധിച്ചു തരുന്നതാണ്. നാരദ, നിന്റെ സാന്നിധ്യത്തിൽ വെച്ച് നാം മേനയ്ക്ക് നമ്മുടെ സുന്ദര രൂപം കൊടുക്കുന്നതാണ്. താങ്കൾ പോയി മേനയെ വേണ്ട വിധത്തിൽ കാര്യം ധരിപ്പിക്കുക. അങ്ങ് എന്നെ സ്മരിക്കുന്ന മാത്രയിൽ നാം സുന്ദര രൂപത്തിൽ അവിടെ സന്നിഹിതനാകുന്നതാണ്. മേനയുടെ മനസ്സിൽ നമ്മെക്കുറിച്ച് ചില അശുഭ ചിന്തകൾ ജന്മമെടുത്തിട്ടുള്ളതായി നാം അറിയുന്നു. അവ ദൂരീകരിക്കുന്നതിനുള്ള അവസരം സമാഗതമാകാൻ പോകുന്നു. ശ്രീ ശങ്കര ഭഗവാന്റെ വാക്കുകൾ പീയൂഷധാര എന്ന പോലെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ നാരദ മഹർഷി മേനയുടെ കൊട്ടാരത്തിൽ മടങ്ങി. അങ്ങനെ ഭഗവാൻ പറയുകയാണ്, മേനയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അപ്പൊ ആ സംശയങ്ങളെല്ലാം ഞാൻ ഉടൻ തന്നെ നേരിട്ട് വന്നിട്ട് തീർത്തു കൊടുക്കുന്നതാണ് എന്ന് പറയുകയാണ്. നാരദൻ മേനയോട് പറഞ്ഞു, ഹേ ശൈലരാജന്റെ ധർമ്മപത്നി, ഭഗവാൻ സദാശിവന്റെ മഹത്വം അറിയാതെയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കുറ്റാരോപണം നടത്തിയത്. പരബ്രഹ്മ സ്വരൂപനായ ശ്രീരുദ്രൻ തന്നെയാണ് ത്രിലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും ഏത് രൂപവും സ്വീകരിക്കാനാകും. പാർവതി നിങ്ങളുടെ പുത്രിയായി ജന്മം കൊണ്ടതും പരമേശ്വരന്റെ പൂർവ്വ നിശ്ചയപ്രകാരം തന്നെയാണെന്ന സത്യം നിങ്ങൾ അറിഞ്ഞില്ല. സകല സൗന്ദര്യങ്ങളുടെയും ഉറവിടം അദ്ദേഹം തന്നെയാണെന്ന് ദേവന്മാരും ഋഷിമാരും അംഗീകരിക്കുന്നു. പാർവതിയെ പാണിഗ്രഹണം ചെയ്യാൻ എത്തുന്ന സമയം ശ്രീ ഭഗവാൻ സുന്ദര രൂപനായിരിക്കും. ഭഗവാനിലുള്ള നിങ്ങളുടെ സംശയം അർദ്ധശൂന്യവും ധർമ്മബോധ ദർശനത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലുമാണെങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ ദിവ്യ സൗന്ദര്യ രൂപം പ്രകടമാക്കി തരുന്നതാണ്. അപ്പോ പറയുകയാണ്, ശിവഭഗവാന് പലതരത്തിലുള്ള രൂപങ്ങൾ ധരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ സുന്ദര രൂപം മേനയ്ക്ക് പ്രകടമാക്കി തരുന്നതാണ് എന്ന് പറയുകയാണ്. നാരദന്റെ വാക്കുകൾ കേട്ട മേന സന്തോഷവതിയായി. ഈ സമയം ശൈലരാജന്റെ കൊട്ടാരവും പരിസരവും കുളിർത്തെന്നലും തഴുക്കലേറ്റ് കോൾമയർ കൊണ്ടു. നാരദൻ ശ്രീശങ്കരനെ മനസ്സിൽ ധ്യാനിച്ചു നിൽക്കവേ ഭഗവാൻ വർണ്ണനാതീതമായ സുന്ദരഭാവത്തോടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാരദൻ മേനയോട് പറഞ്ഞു, ഹേ ശൈലപുത്രി, ഓംകാരപ്പൊരുളും പരബ്രഹ്മ സ്വരൂപനുമായ ശ്രീ പരമേശ്വരന്റെ സർവോത്തമമായ രൂപം നീ ദർശിക്കുക. ഭഗവാൻ നിങ്ങളോട് പ്രത്യേകം ദയ കാണിച്ചിരിക്കുന്നു. ആശ്ചര്യ പരതന്ത്രയായി തീർന്ന മേന ഭഗവാന്റെ ദർശന സൗഭാഗ്യം അനുഭവിച്ച് സംതൃപ്തി അടഞ്ഞു. അനന്തകോടി സൂര്യപ്രഭ ചിതറുന്ന തേജസ്സോടുകൂടി സർവാംഗ സുന്ദരനായി വിചിത്രവും ദിവ്യവുമായ വേഷഭൂഷാദികളോടെ രത്നപ്രഭ ഒളിമിന്നുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് നിലകൊള്ളുന്ന ശ്രീ പരമേശ്വരനെ വിഷ്ണു, ബ്രഹ്മാവ്, ദേവന്മാർ, മുനിമാർ, മഹർഷിമാർ തുടങ്ങിയവർ സേവിച്ചു നിൽക്കുന്ന അത്ഭുത രംഗം മേനയുടെ മാനസകോവിലിൽ ഭക്തിയുടെ പീയൂഷധാര നിറയ്ക്കാൻ പര്യാപ്തമായി. അങ്ങനെ ഭഗവാൻ അവിടെ എന്ത് ചെയ്യേണ്ടത്, തന്റെ സുന്ദര രൂപത്തില്, അതിസുന്ദരമായിട്ടുള്ള ആ രൂപത്തില് ശിവഭഗവാൻ മേനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട്, ആ സുന്ദര രൂപം കണ്ടിട്ട് മേന അതീവ സന്തുഷ്ടയാവുകയാണ്. ചന്ദ്രൻ ശിരസിന് കിരീടമായി ഭവിച്ച് ഭഗവാന്റെ കാന്തി വർദ്ധിപ്പിച്ചു. ഗംഗയും യമുനയും ഇരുവശങ്ങളിലായി നിന്ന് ഭഗവാന് വെൺചാമരം വീശിക്കൊടുത്തു. ശൈലരാജന്റെ കൊട്ടാരവും പരിസരവും വർണ്ണനാതീതമായ കാന്തിയാൽ ആവരണം ചെയ്യപ്പെട്ടു. സർവശുഭലക്ഷണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ച ഭാവത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീ ശങ്കരനെ ദർശിച്ച മാത്രയിൽ മേന ചിത്രരൂപം പൂണ്ട പോലെ നിന്നുപോയി. നിമിഷങ്ങൾക്കു ശേഷം ആ പുണ്യജനനെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഭഗവാനോടായി പറഞ്ഞു, മഹേശ്വര, ത്രിലോകങ്ങളുടെയും സ്വാമിയായി വർത്തിക്കുന്ന പരമ്പൊരുൾ അങ്ങു തന്നെയാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. എന്റെ പുത്രി പാർവതി അപൂർവ സൗഭാഗ്യത്തിനുടമയായിരിക്കുന്നു. അവൾ ധന്യയാണ്. വ്രതാനുഷ്ഠാനത്തോടെയുള്ള അവളുടെ കഠിന തപസ്സിന്റെ പുണ്യഫലമായിട്ട് ആദി സ്വരൂപനായ അങ്ങ് എന്റെ വസതിയിൽ എത്തിച്ചേരാൻ ഇടയായത് എന്റെ അജ്ഞത മൂലം ഞാൻ അങ്ങയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്റെ പുത്രിയുടെ നാഥനായ അങ്ങ് എന്നോട് പൊറുക്കേണമേ, എന്നിൽ പ്രസാദിക്കാൻ മനസ്സുണ്ടാകണമേ. ഇപ്രകാരം വിനയാന്വിതയായി ഭക്തിപുരസരം വാക്കുകൾ ഉരുക്കഴിച്ചുകൊണ്ട് മേന ശ്രീ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണുകിടന്ന് അദ്ദേഹത്തെ സ്തുതിച്ചു. കൂപ്പുകൈയോടെയുള്ള മേനയുടെ നിൽപ്പു കണ്ട ഭഗവാൻ ആ മാതാവിൽ സംതൃപ്തനായി. അങ്ങനെ ഭഗവാനെ കുറിച്ച് മേന പറയുകയാണ്, അങ്ങേ ഇത്രയും ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന്റെ ആ സുന്ദര രൂപമൊക്കെ കണ്ടപ്പോ, ഭഗവാന്റെ ആ ശക്തി പ്രവാഹങ്ങളൊക്കെ കണ്ടപ്പോ മേനയ്ക്ക് മനസ്സിലാവുകയാണ് ഭഗവാൻ എത്ര ഉന്നതിയിലാണ് എന്നുള്ളത്. മേനയ്ക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ മേന ഭഗവാനോട് മാപ്പ് ചോദിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. കാരുണ്യ ജ്യോതിസായ ഭഗവാൻ സദാശിവൻ ഹിമാലയപുരത്തിൽ എത്തിച്ചേർന്ന് വാർത്തയറിഞ്ഞ് പുരവാസികളെല്ലാം അദ്ദേഹത്തെ ദർശിച്ച് മുക്തരാകാൻ ഓടിയെത്തി. ഭഗവാന്റെ അഭൗമമായ ആകാര സൗഷ്ഠവം കണ്ട് അങ്കനാരത്നങ്ങൾ മോഹിതരായി തീർന്നു. അനിതര സാധാരണവും അതീവ വശ്യമധുരവും അപൂർവമായ ഭഗവത് രൂപം അവർ തങ്ങളുടെ മാനസക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു.
ത്രിലോകനാഥനായ മഹാപ്രഭോ, അവിടുത്തെ ദിവ്യ ദർശനത്താൽ ഹിമാലയവാസികളായ ഞങ്ങളുടെ നയനങ്ങൾ സഫലമായിരിക്കുന്നു. കാരുണ്യസാഗരമായ പരമേശ്വര, അവിടത്തേക്ക് ഞങ്ങളുടെ സഹസ്രകോടി പ്രണാമം. അവിടുത്തെ ദിവ്യരൂപം ദർശിക്കാൻ അവസരമുണ്ടായ ഞങ്ങൾ ധന്യരായി തീർന്നിരിക്കുന്നു. ഞങ്ങളോട് ദയ തോന്നി സത്യമാർഗത്തിൽ ചരിക്കുവാനും അവിടുത്തെ തിരുനാമം നാവിൽ കുടിയിരുത്തുവാനും ഞങ്ങളിൽ അനുഗ്രഹ പ്രസാദം ചൊരിയണമേ പ്രഭോ. അവിടുത്തെ പാതാരവിന്ദങ്ങളിലെ പാടസുക്കൾ ഞങ്ങളുടെ മൗലിയിൽ തൂകുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കായി പ്രദാനം ചെയ്യാൻ കാരുണ്യമുണ്ടാകണേ. ഹിമവാന്റെ നേതൃത്വത്തിൽ മേനയും മറ്റു സ്ത്രീകളും ചേർന്ന് ഭഗവാന് ആരതി ഒഴിഞ്ഞു സ്വീകരിച്ചു. അത്യന്തം പുണ്യസമൃദ്ധകമായ ആ മംഗളകർമ്മത്തിന് പകിട്ടേകാൻ ഗന്ധർവന്മാർ ദിവ്യഗാനങ്ങൾ ആലപിക്കുകയും അപ്സരസുകൾ നൃത്തമാടുകയും ചെയ്തു. കവാടങ്ങൾ മനോഹരമായി അലങ്കരിച്ചു. അതിനുശേഷം ഭഗവാൻ ഗണങ്ങളോടൊപ്പം ആനയിച്ച് പ്രത്യേകം തയ്യാറാക്കിയിരുന്ന പീഠത്തിൽ ആസനസ്ഥനായി. ഈ സമയം പരദേവതമാരെ പൂജിക്കാനായി ദേവി പാർവതി സഖിമാരോടൊപ്പം പുറത്തേക്ക് എഴുന്നള്ളുന്നത് കണ്ട ശ്രീശങ്കരൻ ദേവിയെ ഇമവിട്ടാതെ നോക്കിയിരുന്നു. സദാശിവ മന്ത്രം സദാ നടനമാടുന്ന ദേവിയുടെ ചെഞ്ചുണ്ടിൽ ആലിപ്പഴം പോലെയുള്ള ദിവ്യാദരങ്ങളിൽ ഒരു ദിവ്യമായ മന്ദഹാസമലർ അലങ്കരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം? ഭഗവാൻ ആ സുന്ദര രൂപത്തിൽ വരുന്നു. അങ്ങനെ ഭഗവാന്റെ ആ സുന്ദര രൂപം കണ്ടിട്ട് എല്ലാവരും വളരെയധികം അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ ഭഗവാനെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം അവര് എന്ത് ചെയ്യുകയാണ്? ഭഗവാനെ അവിടെ ആനയിച്ചിരുത്തി ഭഗവാന് വേണ്ട പരിചാരങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ദേവിയും ദേവിയുടെ സഖിമാരും കൂടിയിട്ട്, പാർവതി ദേവിയും പാർവതി ദേവിയുടെ സഖിമാരും കൂടിയിട്ട് എവിടേക്ക് പോവുകയാണ്? പരദേവതകളെയൊക്കെ പൂജിക്കാൻ, ദേവിമാരെ പൂജിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് ഭഗവാൻ പാർവതി ദേവിയെ നോക്കുകയാണ്. ഭഗവാൻ ആനന്ദാതിരകത്തോടെ നോക്കിയിരുന്നു. ശ്രേഷ്ഠരത്നങ്ങൾ കോർത്തിണക്കിയ മാല ചാർത്തിയ ദേവിയുടെ മാരടം അതീവ ചാരുതയുള്ളവയായിരുന്നു. രത്നനിർമ്മിതമായ വളകൾ ദേവിയുടെ കൈകളിൽ അലങ്കരിച്ചിരുന്നതിനാൽ അവ അതീവ ഭംഗിയുള്ളതായി കാണപ്പെട്ടു. ആകർഷണങ്ങളായ കുണ്ടലങ്ങളാൽ അലങ്കരിച്ചിരുന്ന ദേവിയുടെ കപോലങ്ങൾ അത്യന്തം പ്രശോഭിതമായിരുന്നു. ഗിരിജയുടെ ദന്തഭഗ്നി രത്നങ്ങളുടെയും മുത്തുകളുടെയും കുഞ്ഞിക്കുരുവിന്റെയും ശോഭ വെല്ലുന്നതായിരുന്നു. ചുവന്ന രത്നശോഭ ചിതറുന്ന പാദസരങ്ങളാൽ ദേവിയുടെ പാദം അത്യന്തം ശോഭനമായി പരിലസിച്ചു. പാടീരം, അകിൽ, കസ്തൂരി, കുങ്കുമം തുടങ്ങിയ അമൂല്യങ്ങളായ കുറിക്കൂട്ടുകളാൽ ലേപനം ചെയ്തിരുന്ന ദേവിയുടെ ചാരുതയാർന്ന ആകാരത്തോടു കൂടിയ ജഗന്മാതാവിനെ കണ്ട സകല ദേവന്മാരും ഭക്തി പ്രകർഷത്തോടെ കൈകൂപ്പി നിന്നു. ഈ സമയം ഭഗവാൻ ശ്രീ പരമേശ്വരൻ ആ ദേവാംഗനയെ തന്റെ കടക്കണ്ണുകൊണ്ട് ഒന്ന് വീക്ഷിച്ചു. പാർവതിയിൽ ഭക്തിയുടെ രൂപഭംഗി നുകർന്ന അദ്ദേഹം തന്റെ മനോമുകുരത്തിൽ പറ്റിയിരുന്ന വിരഹവേദനയുടെ പാടസുക്കൾ തുടച്ചു മാറ്റി. പൊടുന്നനെ അദ്ദേഹം രോമാഞ്ചം കൊണ്ട് സദാശിവൻ ദേവിയുടെ നേർക്ക് ഒരു ദിവ്യ കടാക്ഷം നടത്തിയപ്പോൾ തത്സമയം ദേവി ഭഗവാന്റെ നയനങ്ങളിൽ ലയിച്ചു ചേർന്നു. അപ്പൊ പാർവതി ദേവിയുടെ ആ സൗന്ദര്യ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. പാർവതീദേവി അംബികാദേവിയെ പൂജിച്ച് ഭക്തി പുരസരം വണങ്ങിയ ശേഷം ബ്രാഹ്മണ പത്നിമാരോടൊപ്പം പിതൃസവിധം വന്നു ചേർന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മറ്റു ദേവന്മാർ എന്നിവരുടെ അകമ്പടിയോടെ ശ്രീ പരമേശ്വരൻ ഹിമവാൻ ഒരുക്കിയ പ്രത്യേക പീഠത്തിൽ സുസ്മേരവദനായിരുന്നു. വിലപിടിപ്പുള്ളതും അപൂർവമായ സമ്മാനങ്ങൾ നൽകി ഗിരിരാജൻ അവരെ ആദരിച്ചു. സകല ദേവീദേവന്മാരും ശ്രീ ശങ്കരനെ സേവിച്ചു കൊണ്ടിരുന്നു. വേദമന്ത്രങ്ങളാൽ ദുർഗയെയും ശിവനെയും ഹിമവാൻ സംപ്രീതരാക്കി. തുടർന്ന് വിഷ്ണു ഭഗവാൻ ഗൃഹാന്തർഭാഗത്തേക്ക് പ്രവേശിച്ചു. വൈദികവും ലൗകികവുമായ ഉപചാരങ്ങൾ വിധിപ്രകാരം പാലിച്ചുകൊണ്ട് പരമേശ്വരൻ കനിഞ്ഞു നൽകിയ ദിവ്യാഭരണങ്ങൾ ശിവയെ അണിയിച്ചു. ഈ സമയം ദേവി പൂർവാധികം ശോഭനീയയായി തീർന്നു. അങ്ങനെ സഖിമാരുടെയും ദേവിമാരുടെയും അകമ്പടിയോടെ വിവാഹവേദിയിൽ വന്ന് ഭഗവാൻ ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപവിഷ്ടയായി. ഉടനെ ഗിരിരാജൻ വിധിപ്രകാരം ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകി. പാട്ടും വാദ്യവും അന്തരീക്ഷത്തെ ദിവ്യമാക്കിക്കൊണ്ടിരുന്നു. മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ഇന്ദ്രാദി ദേവന്മാർ തുടങ്ങിയവർ സന്തോഷ സമേതരായി ഭക്തിപുരസരം ശിവയെ നമസ്കരിക്കുകയും ഹിമവാന്റെ അനുവാദത്തോടെ യഥാസ്ഥാനങ്ങളിൽ ആസനസ്ഥരാകുകയും ചെയ്തു. കന്യാദാനത്തിലുള്ള ശുഭമുഹൂർത്തം വന്നു ചേർന്നപ്പോൾ വരന്റെ പക്ഷക്കാരെ ക്ഷണിക്കാൻ ഗർഗൻ നിർദ്ദേശിച്ചു. ഗിരിരാജൻ മന്ത്രിമാർ ശ്രീശങ്കരനെയും അദ്ദേഹത്തിന്റെ ഗണങ്ങളെയും ആദരപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവന്ന് ശംഖ്, പെരുമ്പറ, ആനകം, ഗോമുഖം തുടങ്ങിയ വാദ്യഘോഷങ്ങൾ ചടങ്ങിന് കൊഴുപ്പ് കൂട്ടാൻ പര്യാപ്തമായി. സകല ദേവീദേവന്മാരുടെയും അകമ്പടിയുടെ പരമ്പൊരുളായ ശ്രീ പരമേശ്വരൻ യജ്ഞമണ്ഡപത്തിൽ പ്രവേശിച്ചു. അവിടെ സന്നിഹിതരായിരുന്ന സകല ദേവന്മാർക്കും പ്രണാമം അർപ്പിച്ച് ഭഗവാൻ അവർക്കെല്ലാം സ്വാഗതമരുളി. ഹിമവാന്റെ നിർദ്ദേശപ്രകാരം പുരോഹിതന്മാർ മംഗളകർമ്മങ്ങൾ ആരംഭിച്ചു. മുഹൂർത്തം സമാഗതമായപ്പോൾ ശൈലരാജൻ തന്റെ വാത്സല്യനിധിയായ പുത്രി പാർവതി ഇരുന്ന സ്ഥലത്തേക്ക് വിഷ്ണുവിനോടൊപ്പം മഹേശ്വരനെ ആനയിച്ചു. അനന്തരം ബൃഹസ്പതി തുടങ്ങിയ പണ്ഡിതന്മാർ ഉത്സാഹത്തോടെ കന്യാദാനോചിതമായ ലഗ്നം നിരീക്ഷിച്ചു. പുണ്യാഹമന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് ഗർഗൻ പാർവതിയുടെ മനോഹരമായ കയ്യിൽ അരിനിറച്ച് ശിവന്റെ മേൽ അക്ഷതം ഇട്ടു.
തൈർ, ദർഭപ്പാൽ, ജലം എന്നിവ കൊണ്ട് പാർവതി രുദ്രദേവനെ പൂജിച്ചു. പിന്നെ ഗർഗന്റെയും ബ്രഹ്മദേവന്റെയും മറ്റു മുനിമാരുടെയും നിർദ്ദേശപ്രകാരം ലോകാചാരത്തിന് വിധേയനായി ഭഗവാൻ ശിവനെ പൂജിച്ചു. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി തുടങ്ങിയവർ ആ ദമ്പതിമാർക്ക് വിശേഷാൽ പൂജ നടത്തി. ഗർഗൻ തുടങ്ങിയ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഹിമവാൻ മേനയോടൊപ്പം കന്യാദാന കർമ്മത്തിന് ആരംഭം കുറിച്ചു. അത്യന്തം തിളക്കമാർന്ന സുവർണ കലശവുമായി മേന ഗിരിരാജന്റെ വാമഭാഗത്ത് വന്നിരുന്നു. പുരോഹിതന്മാരോട് കൂടി ഗിരിരാജൻ സദാശിവനെ പൂജിച്ച് ആരാധിച്ച് വസ്ത്രം, ചന്ദനം, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തുടങ്ങിയവ കൊണ്ട് ശിവനെ സ്വീകരിച്ചു. അതിനുശേഷം തിഥി വിളിച്ചറിയിച്ച് കന്യാദാനത്തിന്റെ സങ്കല്പവാക്യം പറയാൻ ഹിമവാൻ ബ്രാഹ്മണരോട് നിർദ്ദേശിച്ചു. ബ്രാഹ്മണർ അപ്രകാരം ചെയ്തു. ഈ സന്ദർഭത്തിൽ ശിവനോട് അദ്ദേഹത്തിന്റെ ഗോത്രം, വംശം, പേര്, വേദം, ശാഖ തുടങ്ങിയവ പറഞ്ഞ് പരിചയപ്പെടുത്തുവാൻ ഗിരിരാജൻ നിർദ്ദേശിച്ചു. പ്രസന്നവദനായിരുന്ന ശ്രീ ശങ്കരനോടുള്ള ഹിമവാന്റെ നിർദ്ദേശം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വദനാരവിന്ദം മങ്ങി. ശ്രീ ഭഗവാൻ വിഷമസന്ധിയിലായിരിക്കുന്നത് സകല ദേവന്മാരും ഋഷിമാരും കിന്നരന്മാരും കണ്ടു. ഈ സന്ദർഭത്തിൽ ക്രാന്തദർശിയായ നാരദ മഹർഷി മന്ദഹാസമലർ പുടങ്ങളിൽ അണിയിച്ചുകൊണ്ട് മഹേശ്വരനെ ഭക്തി പുരസരം വണങ്ങി. എന്നിട്ട് ഗിരിരാജനോട് പറഞ്ഞു: ഹേ ഗിരിരാജൻ, അങ്ങ് എന്ത് അബദ്ധമാണ് പറയുന്നത്? ത്രൈലോക്യനാഥനായ സദാശിവനോട് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും താങ്കൾക്ക് വേർതിരിച്ചറിയാൻ കഴിയാതായോ? സകല ചരാചരങ്ങൾക്കും സ്വാമിയായി, സനാതന ധർമ്മത്തിന്റെ നാഥനായി, സത്യദർശനങ്ങളുടെ പരമ്പൊരുളായി വർത്തിക്കുന്ന ജഗദീശ്വരന്റെ ഗോത്രവും കുലവും പേരും സാക്ഷാൽ മഹാവിഷ്ണുവിനോ ബ്രഹ്മാവിനോ പോലും അറിയാത്തവയാണ്. ഹേ പർവ്വതരാജൻ, സദാശിവന്റെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും കോടിക്കണക്കിന് ജീവാത്മാക്കൾ ഭഗവാനിൽ ലയിക്കുന്നു. അങ്ങനെയുള്ള ജഗദീശ്വരന് രൂപം തന്നെയില്ല. പ്രകൃതി നിയമങ്ങൾക്ക് അതീതനായ ജഗദീശ്വരൻ നിരാകാരനും നിർഗുണനും നിർവികാരനും പരബ്രഹ്മവും പരാതൽപരനുമാണ്. ഇപ്രകാരം അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന പരബ്രഹ്മ സ്വരൂപന് എങ്ങനെയാണ് ഗോത്രവും കുലവും നാമവും ഉണ്ടാകുന്നത്? അപ്പോ ഭഗവാനോട് ചോദിക്കുകയാണല്ലേ, ഭഗവാന്റെ കുലം ഏതാണ്, ഗോത്രം ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാന് ഒരു കുലവും ഗോത്രവും ഒന്നുമില്ല. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ സ്വയംഭൂവാണ്. ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മുനി പറയുന്നത്. അപ്പം മനസ്സിലാക്കൂ, ഭഗവാനെ കുറിച്ച് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇതിൽ ആർക്കും തന്നെ ഇല്ല. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന് കുലമില്ല, ഗോത്രമില്ല, ഭഗവാന് ബന്ധുക്കളില്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ സ്വയംഭൂവാണ്. ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തെ, ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, ലോകത്തെ എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പരബ്രഹ്മതത്വം ശരിക്കും ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരുവനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. നിഷ്കാമ ഭക്തന്മാരുടെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം സഗുണനായിരിക്കുന്നതെന്ന പരമാർത്ഥം അങ്ങ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. പേരില്ലെങ്കിലും അനേകം പേരുകൾ അദ്ദേഹത്തിനുണ്ട്. ഗോത്രമില്ലെങ്കിലും പരബ്രഹ്മത്തിൽ അധിഷ്ഠിതമായ ഗോത്രമുണ്ട്. പാർവതിയുടെ കഠിന തപസ്സിന്റെ ഫലമായിട്ടാണ് ജഗദീശ്വരൻ അങ്ങയുടെ ജാമാതാവുന്നത്. ശിവയ്ക്ക് ജന്മം നൽകാനുള്ള അപൂർവ സൗഭാഗ്യം അങ്ങേക്കുണ്ടായതും ജഗൽപതിയായ സദാശിവന്റെ നിശ്ചയത്താലാണെന്ന പരമമായ സത്യം അങ്ങ് അംഗീകരിക്കണം. അതുകൊണ്ട് അങ്ങ് പുത്രി പാർവതിയെ ശങ്കരന്റെ കയ്യിൽ സമർപ്പിക്കുക. നാരദ മഹർഷിയുടെ തത്വാധിഷ്ഠിതമായ പ്രഭാഷണം ശ്രവിച്ച ഗിരിരാജൻ തന്റെ സുന്ദരീരത്നമായ പാർവതിയെ ശ്രീ പരമേശ്വരന് കന്യാദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു: അല്ലയോ ശ്രീ ശങ്കര, സത്യത്തിന്റെ പരമമായ പൊരുളറിയാതെയാണ് ഞാൻ പെരുമാറിയത്. അവിടുന്ന് എന്നോട് പൊറുക്കണം. ഞാൻ എൻ്റെ പുത്രി ഗിരിജയെ ഇതാ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാരുണ്യത്തിന്റെ കെടാവിളക്കായ അങ്ങ് ഇവളെ അങ്ങയുടെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ഗിരിരാജന്റെ വാക്കുകളിൽ സംപ്രീതനായി തീർന്ന ജഗദീശ്വരനായ മഹേശ്വരൻ വേദമന്ത്രോച്ചാരണത്തോടെ സർവാംഗ സുന്ദരീ തിലകമായ ഗിരിജയുടെ കരകമലം സ്വന്തം ഹസ്തത്തിൽ സ്വീകരിച്ചു. ഈ സന്ദർഭത്തിൽ ത്രിലോകങ്ങളിൽ നിന്നും ജയ് ശിവശങ്കര, ജയ് സദാശിവ, ജയ് പരമേശ്വര, ജയ് പാർവതി എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ പ്രകൃതിയിൽ മാറ്റുകൊണ്ടു. ആ പുണ്യകർമ്മത്തിൽ സന്നിഹിതയായിരുന്ന സകല ദേവീദേവന്മാരും വർദ്ധിച്ച സന്തോഷത്തോടെ സ്വസ്തിവാക്യങ്ങൾ ഉരുവിടുകയും ശ്രീ ശങ്കരന്റെയും പാർവതി ദേവിയുടെയും പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു. അമൂല്യങ്ങളായ രത്നങ്ങൾ, സ്വർണ്ണത്തളികകൾ, ലക്ഷം പശുക്കൾ, ലക്ഷം അശ്വങ്ങൾ, 1 കോടി ആനകൾ, സ്വർണം പതിച്ച രഥങ്ങൾ തുടങ്ങിയവ ഉത്തമ ദ്രവ്യങ്ങളാണ് സ്ത്രീധനമായി ഹിമവാൻ ശ്രീ ശങ്കരന് കാഴ്ചവെച്ചത്. തന്റെ വാത്സല്യനിധിയായ ഗിരിജയെ സ്വീകരിച്ച ശ്രീ പരമേശ്വരനെ യജുർവേദത്തിലെ മന്ത്രങ്ങൾ ചൊല്ലിയാണ് ഹിമവാൻ സ്തുതിച്ചത്. അതിനുശേഷം ഹിമവാന്റെ നിർദ്ദേശപ്രകാരം മുനിമാർ ശിവയുടെ ശിരസിൽ അഭിഷേകം നടത്തി. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മഹേശ്വരൻ ശിവയെ അരികിലിരുത്തി ഋഗ്വേദത്തിന്റെയും യജുർവേദത്തിലെയും സാമവേദത്തിലെയും മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് അഗ്നിയിൽ ആഹൂതി ചെയ്തു.
അങ്ങനെ ഭഗവാൻ പരമശിവന് പാർവതീദേവിയുടെ ആ കരങ്ങള് പരമശിവന്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാനിൽ പാണീഗ്രഹണം ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? യജുർവേദത്തിലെ സാമവേദത്തിലെയും മന്ത്രങ്ങളെല്ലാം ഉരുക്കഴിച്ച് അഗ്നിയില് മന്ത്രോച്ചാരണത്തോടെ അഗ്നിയില് ആഹൂതി ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാകാളിയുടെ സഹോദരനായ മൈനാകം ദേവിയുടെ കൈനിറയെ അമൂല്യ മലരുകൾ നൽകി ആദരിച്ചു. ശിവനും പാർവതിയും സന്തോഷത്തോടെ അഗ്നിയെ പ്രദക്ഷിണം ചെയ്തു. ഒടുവിൽ സന്തോഷ സമേതം ശ്രീ പരമേശ്വരൻ ശിവയുടെ ശിരസിൽ സിന്ദൂര തിലകം ചാർത്തി. അങ്ങനെ ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരം നവദമ്പതിമാർ ഒരാസനത്തിലിരുന്ന് ഭക്തന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്തു. ശേഷം ഭഗവാൻ ശ്രീശങ്കരൻ അവിടെ വന്ന് ചേർന്നിരുന്നവർക്കെല്ലാം ദക്ഷിണയും സമ്മാനങ്ങളും യോഗ്യത അനുസരിച്ച് വിതരണം ചെയ്തു. സന്തോഷ സമേതരായ ദേവീദേവന്മാർ ഗിരിരാജനോടും ദമ്പതിമാരോടും യാത്രാനുമതി ചോദിച്ച് യഥാസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ഹിമവാനും മേനയും സന്തോഷാധികത്തോടെ നിലകൊണ്ടു. ഹിമവാന്റെയും മേനയുടെയും അനുവാദത്തോടെ ശ്രീ രുദ്ര ഭഗവാൻ ദേവിയെയും കൊണ്ട് വധൂവരന്മാർക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്തേക്ക് പോയി. കുറച്ചുനാൾ അവിടെ അവർ സന്തോഷത്തോടെ കഴിഞ്ഞതിനു ശേഷം ശ്രീ പരമേശ്വരൻ ദേവീ സമീപം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഈ സന്ദർഭത്തിൽ മേന പുത്രിയുടെ വേർപാടിൽ മനം നൊന്ത് വിലപിക്കുകയും വാക്കുകൾ ഉരുക്കഴിക്കുകയും ചെയ്തു. കാരുണ്യനിധിയായ മഹേശ്വര, എന്റെ പ്രിയമകൾ പാർവതിയെ അങ്ങ് സ്നേഹാതിഥ്യത്തോടെ പരിചരിക്കണേ. എന്റെ പ്രിയപുത്രി എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് സദയം പുറത്ത് അവൾക്ക് സ്നേഹാമൃതം പ്രദാനം ചെയ്യാൻ കാരുണ്യമുണ്ടാകണം. അവിടുത്തെ ഭക്തയായ എന്റെ വാത്സല്യപുത്രി ജന്മാന്തരങ്ങളിലും അങ്ങനെ തന്നെ ഭവിക്കുന്നതാണ്. മേനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീ ഭഗവാൻ പത്നിയോടൊപ്പം ദേവന്മാരുടെയും ശിവപാർഷദന്മാരുടെയും അകമ്പടിയോടെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പാണിഗ്രഹണമൊക്കെ ചെയ്തതിനു ശേഷം എവിടേക്ക് പുറപ്പെടുകയാണ്? പാർവതി ദേവിയെയും കൊണ്ട് ശിവഭഗവാൻ കൈലാസത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴും മേന പറയുകയാണ്, എൻ്റെ പുത്രിയെ നല്ലതുപോലെ നോക്കണമേ, എൻ്റെ പുത്രിക്ക് ഒരു കുറവും വരില്ല. എൻ്റെ പുത്രി അഥവാ എന്തെങ്കിലും ശാഠ്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിലും എൻ്റെ പുത്രിയോട് ക്ഷമിച്ച് അവളെ സ്വീകരിക്കണേ, അവളെ സ്നേഹിക്കണമേ എന്ന് മേന പറയുകയാണ്. ഇതാണ് നമ്മുടെ ഭാഗം 17 എന്ന് പറയുന്നത്. സർവം ശ്രീ മഹാദേവ അർപ്പണമസ്തു. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. അപ്പോൾ ഇന്നത്തെ ഭാഗം ഇതാണ്. ജയ് ശ്രീ രാധേശ്യാം, ജയ് ശ്രീ ഉമാ മഹേശ്വരായ, ജയ് ശ്രീ ലക്ഷ്മി നാരായണായ. ഓം നമഃ ശിവായ. അപ്പം ഇന്ന് നമ്മുടെ ഭാഗം 17 എനിക്ക് പറയാനായിട്ട് കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ഇത് പോയതാണ്. എന്നിട്ട് ഞാൻ വന്നു, വീണ്ടും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും മനസ്സിലാക്കുക. അപ്പം എല്ലാവരും ഇതിൽ വരുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ ഏത് തലത്തിലോട്ട് നമുക്ക് ഉയരാൻ കഴിയുമെന്നുള്ളത് അറിയില്ല. പക്ഷെ എല്ലാവരും പൂജിക്കുന്ന ഏത് ഇതിലുള്ള എങ്ങനെയുള്ള സ്വഭാവമുള്ളവരായാലും അവർക്ക് എല്ലാവർക്കും പൂജിക്കാൻ പറ്റുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാവരെയും അംഗീകരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും ദുഷ്ടന്മാർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കും എന്നുള്ളത് സത്യമാണ്. പിന്നെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും എന്നുള്ളത് സത്യമാണ്. ശിവഭഗവാനിൽ നിന്ന് ആ പരീക്ഷണം ഉണ്ടാവും. അപ്പം ഈ കുടുംബപരമായിട്ട് കഴിയുന്നവരൊക്കെ കൂടുതലായിട്ടും കുടുംബം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, കുടുംബപരമായിട്ട് കഴിയുന്നവര്, പിന്നെ യോഗകൾ ചെയ്യുന്ന യോഗികള്, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. തങ്ങൾക്ക് ആ ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഭൗതിക ലോകത്തായാലും ആത്മീയ ലോകത്തായാലും ആത്മീയ ഉന്നതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ആ ഭഗവാനോട്, ശിവഭഗവാനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ നമ്മളിൽ എന്തെങ്കിലും മായയിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ മായയെ നീക്കുന്നതിന്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭഗവാൻ, പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം തരുന്ന ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റു മന്ത്രങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ, ഹരേ കൃഷ്ണ മന്ത്രവും പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശിവഭഗവാന്റെ ഓം നമഃ ശിവായ മന്ത്രവും കൂടി നമ്മൾ മനസ്സിൽ പറയാന്നുള്ളതാണ്. മനസ്സിലല്ല, അല്ലാതെയും നമുക്ക് പറയാന്നുള്ളതാണ്. ജപമാലയിൽ നമുക്ക് ജപിക്കാം, നമുക്ക് പുറമേ പറയാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മറ്റുള്ള ശത്രുക്കൾ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല എന്ന് തന്നെ പറയാം. ചിലര് ശിവന്റെ തന്നെ വേറൊരു രൂപമായിട്ടുള്ള രൂപങ്ങളൊക്കെ അങ്ങനെ പൂജിക്കാറുണ്ട്. ഇപ്പൊ കാലഭൈരവൻ അങ്ങനെയൊക്കെ പൂജിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പൂജിക്കുന്നതിനെക്കാട്ടിലും ഞാൻ പറയുന്ന ബെറ്റർ എന്ന് പറയുന്നത് ശിവന്റെ ഈ ശിവഭഗവാനെ പൂജിക്കാന്നുള്ള, ശിവന്റെ ഈ മന്ത്രം ഓം നമഃ ശിവായൊക്കെ പറയാന്നുള്ളതാണ് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ.
അല്ലാതെ ഉള്ളതെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് ശാന്ത സ്വഭാവമല്ല. അല്ലാതെ ഉള്ളതെന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ്, നമ്മുടെ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതിന് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള മൂർത്തികളെയൊക്കെ നമ്മൾ ശിവനിൽ നിന്ന് തന്നെയുള്ള അങ്ങനെയുള്ള മൂർത്തികളെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും സമാധാനത്തിന്റെ പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധാനത്തിന്റെ പാത തന്നെയാണ് നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ആ സുന്ദര രൂപത്തിൽ, ആ ഭഗവാന്റെ ശാന്ത സ്വരൂപത്തിൽ നമ്മൾ ശിവപാർവതിമാർ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ എപ്പോഴും ആ കുടുംബത്തിലെ ഐക്യത ഉണ്ടാവുക. അതിനാണ് നമ്മൾ എപ്പോഴും ഉമാമഹേശ്വരായ നമഃ, ഓം ഉമാമഹേശ്വരായ നമഃ, ഓം ഉമാമഹേശ്വരായ നമഃ എന്നുള്ള മന്ത്രം പറയാൻ പറയുന്നത്. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രവും പറയാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഭഗവാന് എപ്പോഴും നമുക്ക് ഈ കോപം, അതായത് ഈ കലികാലത്തിൽ കോപമാണല്ലോ എല്ലാവർക്കും, കോപമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ കോപം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കോപിഷ്ഠരായിട്ടുള്ള ഇതിലോട്ട് പൂജ ചെയ്യുന്നതിനെക്കാളും അത് നമ്മൾ പൂജ ചെയ്യരുതെന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള ഈ ഭൈരവമൂർത്തി അങ്ങനെയൊക്കെ അവരെ നമ്മൾ വണങ്ങരുത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള ഈ സമയത്ത് നമ്മൾ കുറച്ച് ശാന്തമായിട്ടുള്ള ശിവഭഗവാനെ നമ്മൾ ശിവപാർവതിമാരെ ആയിട്ട് നമ്മൾ പൂജിക്കുകയാണ്, രാധാകൃഷ്ണന്മാരെ പൂജിക്കുകയാണ്, ലക്ഷ്മി നാരായണന്മാരെ അങ്ങനെ പൂജിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി ശാന്തത നമ്മുടെ കുടുംബത്തിലായാലും നമുക്കതിൽ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ശാന്തമൂർത്തിയിലേക്ക്, ആ ശാന്ത സ്വരൂപമായിട്ടുള്ള ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ് നമുക്കത്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഒരാൾ നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വന്ന് നിൽക്കുമ്പോൾ അടുത്ത ആളും അതേപോലെ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വലിയ രൂക്ഷമാകത്തേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ ഒരാൾ ദേഷ്യപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞോട്ടെ, എന്താ കാണിച്ചോട്ടെ എന്നിട്ട് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു ഇതുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശരി, അപ്പം ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. അപ്പം ഇന്ന് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭാഗം 18 ഹിമാലയത്തിൽ വെച്ചുള്ള വിവാഹമാണ്. അത് നമുക്ക് പറയാം. ഇപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചില കുടുംബങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഘോരമൂർത്തികളെയൊക്കെയാണ് ചിലർ കുടുംബങ്ങൾ ആചരിക്കുന്നത്. പക്ഷെ ആ ഘോരമൂർത്തികളാണെങ്കിൽ ഇപ്പോൾ ഭദ്രകാളിനെയൊക്കെ തന്നെയാണ് പൂജിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ സുന്ദര രൂപമുണ്ട്, അതായത് അവർ ശാന്തമായിട്ടുള്ള ആ ഒരു രൂപമുണ്ട്. പക്ഷെ അത് അവർ മനസ്സിലാക്കാതെ ഇവര് വളരെയധികം കോപം, ദേഷ്യം കാണിച്ചായിരിക്കും. അപ്പം ആ കുട്ടികളോട് ആ ദേഷ്യത്തിലുള്ള ആ ഒരു ഇതിലോട്ടായിരിക്കും അവർ, അതായത് ക്ഷത്രിയരുടെ ഗുണമാണ് അതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിൽ ആ ദേഷ്യവും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ഭഗവതിയുടെ സുന്ദര രൂപത്തെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശിവപാർവതിമാർ ഒരുമിച്ചുള്ള ആ രൂപത്തെ പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ നമുക്ക് ആ കുടുംബത്തിൽ ആ ശാന്തത ഉണ്ടാവും, നമുക്ക് ആ ദേഷ്യം വരില്ല എന്നുള്ളത്. അപ്പൊ അതും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭദ്രകാളി നിങ്ങൾ പ്രാർത്ഥിച്ചു, ദേവി ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബദേവിയാണ്, തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവിയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ എന്താ പറയാ, ആ ഘോര രൂപത്തിന് ആ ഒരു ക്യാരക്ടർ നമ്മളിൽ ഉൾക്കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ദേവിയാണ് ആ ദേഷ്യത്തിൽ നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഭഗവാനാണ് ആ ദേഷ്യത്തിൽ നിൽക്കുന്ന വ്യക്തി, അല്ലാതെ നമ്മളല്ല. നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കരുത്. നമ്മളെപ്പോഴും അവരുടെ താഴെയാണെന്നുള്ള മനസ്സിലാക്കുക. അപ്പം ആ ഒരു ദാസനെ പോലെ അല്ലെങ്കിൽ ദാസിയെ പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു പീസ്ഫുൾ ആയിട്ട് നമ്മൾ അഭയത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പെരുമാറണം. ഇപ്പം നമ്മളെ കുടുംബത്തിലായാലും അങ്ങനെ പെരുമാറണം. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ചില ആണുങ്ങൾ തന്നെയുണ്ട് ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. കാരണം അവരുടെ അച്ഛനും അമ്മയും അവരെ ആ ഒരു രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ദേഷ്യവും അങ്ങനെയുള്ള ഇതൊക്കെ പഠിപ്പിച്ചാണ് അങ്ങനെ വളർത്തി. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് സത്യം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ എപ്പോഴും ഈ കോപപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും ഉറക്ക സംസാരിക്കുന്നതും വളരെയധികം കലുഷിതമായിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും പല ഉള്ള വാക്കുകൾ പറയുന്നതും ഒക്കെ അങ്ങനെ ഒരു സംസ്കാരത്തിൽ അവർ വളർന്നു വന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സംസ്കാരം ഒരിക്കലും മക്കളെ നമ്മൾ പഠിപ്പിക്കാതിരിക്കണം. അതുപോലെ നമ്മൾ അവരെ എപ്പോഴും ശാന്ത സ്വഭാവത്തിൽ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കുടുംബദേവി ഭദ്രകാളി ആയാലും നമ്മൾ ആ ശാന്ത സ്വഭാവത്തിൽ വളർത്താൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്.
മനസ്സിലായോ? നിങ്ങൾക്കത് അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിലെ ഈ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു കൊടുക്കുന്നതായിരിക്കും അവർ വലുതാകുമ്പോഴും ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്, സ്വഭാവം കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ ശാന്ത സ്വഭാവത്തിനെയും കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ള, ശിവപാർവതിമാരെയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം രാധാകൃഷ്ണന്മാരെയും കൂടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ശാന്ത സ്വഭാവത്തിലുള്ള ഭഗവാനെ ഭഗവതിനെ ആ ശാന്ത സ്വഭാവം, അല്ലെങ്കിൽ ഭദ്രാദേവിനെ നമ്മൾ കാണുന്നെങ്കിലും ആ ഘോര രൂപം കാണിക്കുന്നത് പറഞ്ഞ ദുഷ്ടന്മാർക്കാണ് ദേവി ആ ഘോര രൂപം കാണിക്കുന്നത്. അതുപോലെ കാലഭൈരവനെ പൂജിക്കുമ്പോൾ കാലഭൈരവൻ ദുഷ്ടന്മാർക്കാണ് ആ ക്രൂരമായിട്ടുള്ള ഇത് രൂപത്തിൽ കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അവിടെ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലും ആ ഒരു എന്താ പറയുക ഒരു സ്നേഹം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ ആയാലും അവർ പള്ളിയിൽ എന്നും ഞായറാഴ്ച തോറും പോയി അവരുടെ പഠന ക്ലാസ്സുകളും അവരുടെ അച്ചടക്കങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അവരുടെ ആ തലമുറയായാലും അവരുടെ കുടുംബത്തിലായാലും സമാധാനവും ഒരു സ്നേഹമായിട്ട് എല്ലാവരോടും പെരുമാറുന്നതും ആ സ്നേഹം പഠിപ്പിച്ച് അവരെ ആ രീതിയിൽ ആ കുട്ടികളെയൊക്കെ അവരുടെ പിന്നെ അതിൽ വരുന്നവരെല്ലാം അവരെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരെ കുടുംബത്തിൽ. നമ്മുടെ ഹിന്ദുസിൽ വരുമ്പോഴത്തേക്ക് ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്കായാലും ഇതൊന്നും പകർന്നു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ തോന്നിയ പോലെ ജീവിച്ച് തോന്നിയ പോലെ കാണിച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെ ഒരു വഴിതെറ്റിയ സ്വഭാവം പലരും, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പലർക്കും അങ്ങനെ ആവുന്നത് അതുകൊണ്ടാണ്. ഈ ബ്രാഹ്മിൺസ് കുടുംബത്തിലൊക്കെ എന്ന് വെച്ചാൽ അവർ അത്രയും ചിട്ടയോടെ വളർത്തുന്നത് കൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ നല്ല സമാധാനം. എപ്പോൾ നമ്മൾ ആയിരിക്കും ഭയങ്കര അരോചകമായിട്ട് സംസാരിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, ഭാര്യയെ ഉപദ്രവിക്കുന്നത്, ചിലപ്പോൾ കുടിച്ചിട്ട് വരും, പല കൂട്ടുകെട്ടിലെ പോകും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ ചിലടത്ത് ഭാര്യമാരായിരിക്കും ഇങ്ങനെ തോന്നിയ പോലെ നടക്കുന്നത്, പുറത്തു പോകുന്നത്, അവിടെ പോണ് ഇവിടെ പോണ്, പല രീതിയിലുള്ള. അങ്ങനെ നമ്മുടെ വഴിതെറ്റിയ ആ ഇതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാന്നുള്ളതാണ്. മറ്റു മതസ്ഥരെല്ലാം അവരെ വഴിതെറ്റിപ്പോലും സമ്മതിക്കില്ല. അവർ എല്ലാ ഞായറാഴ്ച അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യും. എല്ലാ ഞായറാഴ്ച അവർ പള്ളിയിൽ പോയിട്ട് അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് ആ കുടുംബത്തിനെ നയിക്കും, ആൾക്കാരെ നയിക്കും, ജനങ്ങളെ നയിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആ സ്നേഹവും സമാധാനവും എപ്പോഴും അവരുടെ കുടുംബത്തിലായാലും പുറമേ ആയാലും അവർക്ക് വിജയം ഉണ്ടാവുന്നത് അവരത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അതുപോലെ തന്നെ മറ്റ് മുസ്ലിംസ് ആയാലും ശരി. അപ്പം അതുപോലെ നമ്മുടെ ഹിന്ദുക്കളിലും അതുപോലെയുള്ള ഇത് വരണം എന്നുള്ളതാണ്. മനസ്സിലായോ? ആ ഒരു സമാധാനത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം, ആ ഒരു സമാധാനം അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. എല്ലാം പഠിപ്പിക്കുന്നതിന് കൂടെ അവർ ക്ഷത്രിയരാണെങ്കിൽ കൂടിയും അവരെ സ്നേഹിക്കാനും കൂടി പഠിപ്പിക്കണം. എങ്ങനെ സ്ത്രീകളോട് പെരുമാറേണ്ടതല്ല, എങ്ങനെയാണ് നമ്മൾ ഭർത്താവിനോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് നമ്മൾ സമൂഹത്തോട് പെരുമാറേണ്ടത്, നമ്മൾ ദേഷ്യപ്പെടാതിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊച്ചിലെ തൊട്ടേ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹിന്ദുസിനായി നമുക്ക് ആ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഒരുപാട് ശാന്തയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു ഇതേപോലെയുള്ള ഭയങ്കര ദേഷ്യപ്പെടുന്ന ക്രൂര സ്വഭാവം കാണിക്കുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരാൾ, ഒരു കാര്യവും ഇല്ലാതെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരാളുടെ കൂടെയാണ് ഒരു ശാന്ത സ്വഭാവമുള്ള ഒരു സ്ത്രീ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ത് കഷ്ടമായിരിക്കല്ലേ ആ കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുരുഷന്മാരായാലും അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് ദേഷ്യം അവർ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സ്ത്രീകളും ഉണ്ട്, അവരുടെ ആ ദേഷ്യത്തെ നിങ്ങൾ മാറ്റുക. നിങ്ങൾ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ, ആ ദേഷ്യത്തെ നിങ്ങൾ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ആ ദേഷ്യം, ആ കോപമാണ് നമ്മളെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നത്. മറ്റുള്ളവരെ നോക്കി അവരെന്താണ് അവരുടെ ഉള്ളിൽ ചിലപ്പോൾ പല ഇതുള്ളവരാണെങ്കിൽ അവർ പുറമേ കാണിക്കില്ല. അതുകൊണ്ടാണ് അവിടെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക. ദേഷ്യമാണ് ഒരു മനുഷ്യൻ, അവൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണെന്ന് പറയുന്നത് സത്യമായ കാര്യം. ഒരു മനുഷ്യന്റെ ശത്രു അവൻ തന്നെയാണ്. അവന്റെ ദേഷ്യമാണ് അവനെ കൊണ്ട് ഈ പലതും ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ദേഷ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കുടുംബത്തിലാണെങ്കിൽ പോലും ദേഷ്യമുള്ളവരുണ്ട്. പക്ഷെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെടരുത്. ഒരുപാട് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ഉയർന്നു വരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടാകുന്ന ദേഷ്യത്തിൽ നിന്നാണ്, ദേഷ്യം കൺട്രോൾ. പക്ഷെ അവർക്കത് കഴിയില്ല. കാരണം അവർ പണ്ടേ ശീലിച്ച് വളർന്നു വന്ന അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് അങ്ങനെ അവർ കണ്ടു വളർന്നു, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടി കണ്ടായിരിക്കും അവർ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്. അതിനാണ് പറയുന്നത് യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക, ഭഗവത്ഗീത, ഭാഗവതം, നാരായണ
നാരായണീയം, ശിവപുരാണം, ദേവി മഹാത്മ്യം, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കി നമ്മൾ ആ ദേഷ്യത്തെ മാറ്റുക എന്നുള്ളത്, പൂർണ്ണമായിട്ട് ദേഷ്യത്തെ മാറ്റി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഭഗവത് ദർശനം പോലും ഉണ്ടാവുകയുള്ളൂ. ആ കുടുംബത്തിൽ മാത്രമേ നമുക്ക് സ്നേഹവും സമാധാനവും നമുക്ക് ഐശ്വര്യവും എല്ലാ സമ്പത്തും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളോട് ഇപ്പം അരോചകമായിട്ട് ആര് വന്ന് സംസാരിച്ചോട്ടെ, നമ്മൾ ക്ഷമിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്യുന്ന ഒരാൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് വന്ന് ദേഷ്യപ്പെടുന്നു, നിങ്ങളോട് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ. അവർക്ക് തീർച്ചയായിട്ടും പ്രകൃതി ആ ശിക്ഷ കൊടുത്തിരിക്കും. ദേവി ആ ശിക്ഷ കൊടുക്കും എന്നുള്ളത് സത്യമായ, ഭഗവാൻ ആ ശിക്ഷ കൊടുക്കുന്നത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ദേഷ്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ദേഷ്യമാണ്. അതുകൊണ്ട് ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നുള്ള ആ ദേഷ്യത്തെ പാടെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. മാറ്റി കഴിയുമ്പോൾ അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉമാമഹേശ്വരായ നമഃ, രാധാകൃഷ്ണായ നമഃ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നത് കൊണ്ടാണ്. ഉമാമഹേശ്വരായ നമഃ, രാധാകൃഷ്ണായ നമഃ, ലക്ഷ്മി നാരായണായ നമഃ ഇങ്ങനെ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിരിക്കും. അപ്പം എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ, കുടുംബത്തിൽ ഐക്യം ഉണ്ടാവട്ടെ, നല്ലവർക്കും നല്ലതുണ്ടാവട്ടെ, ഇനി നല്ലതാവാത്തവരും നന്മയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഓം നമ ശിവായ. സർവം ശ്രീ സദാശിവാർപ്പണമസ്തു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ ഉമാമഹേശ്വരായ നമഃ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ.